ഹലോ നമസ്കാരം. ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇന്ന് മുതൽ നമ്മളുടെ മൊബൈൽ ഫോണിലെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജസ്റ്റ് ഒരു ഫിംഗർ കൊണ്ട് നമുക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, ജസ്റ്റ് കോഡിങ്ങിലൂടെ. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം ലോഞ്ച് ആപ്പ്. അപ്പോൾ ഞാനിവിടെ ആ ലോഞ്ച് ആപ്പിന് ഒരു വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. വാട്സപ്പിന് ഞാൻ W എന്ന് കോഡ് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് W എന്ന് വരച്ച് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആയി വരും. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് കോൾ ചെയ്യണം. നമ്മൾ കോൺടാക്ട്സിൻ്റെ ലിസ്റ്റിലേക്കൊന്നും പോകാതെ നമുക്ക് ആ ആളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ പോകും. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം, അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കോഡിങ്ങിലൂടെ. അതേപോലെ തന്നെ ഇപ്പോൾ വൈഫൈ കൺട്രോൾ ചെയ്യാം, നമുക്ക് ഇൻ്റർനെറ്റ് സെറ്റിംഗ് ചെയ്ത് കൊടുക്കാം, വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആ ഫോണിൻ്റെ ബട്ടന് വരുന്ന ഡാമേജസുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ NFC നമുക്ക് കൺട്രോൾ ചെയ്യാം, എയർപ്ലെയിൻ മോഡ്, ബ്ലൂടൂത്ത് സെറ്റിങ്സ് വരെ നമുക്കിവിടെ എനേബിൾ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ചിപ്പോൾ ജസ്റ്റ് കറണ്ട് പോവുകയോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഫോൺ വഴി നമുക്ക് നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ജസ്റ്റ് ഒന്ന് F എന്ന് കൊടുക്കുകയാണെങ്കിൽ F കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ഫിംഗർ കൊണ്ട് F കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഓപ്പൺ ആവും. അതേപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഫയലുകൾ നമുക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഏതാണ് ഫയലിൻ്റെ ആദ്യ അക്ഷരം അതൊന്ന് ജസ്റ്റ് നമ്മളുടെ ഫോണിൽ ഫിംഗർ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ വളരെ അടിപൊളി ഒരു വീഡിയോ ആണ് നമ്മളുടെ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് നോക്കാം. അടുത്തായി നമ്മളുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക, ഗസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ഈ 3 പെർമിഷനും ചോദിക്കും, അതെല്ലാവരും കറക്റ്റായിട്ട് എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണാം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അവിടെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഷോർട്ട് കട്ടായിട്ട് നമ്മളുടെ ഏതാണോ നമുക്ക് കോഡ് അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമുക്കിവിടെ പ്ലസിൻ്റെ ഒരു ഐക്കൺ കാണാം ഇവിടെ താഴെ, അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നമുക്ക് വാട്സപ്പാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക, ആപ്ലിക്കേഷൻ ലിസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ W എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ലോഞ്ച് ആപ്പ് കാണാം നിങ്ങൾക്ക്, അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് വരും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് നമുക്ക് വാട്സപ്പല്ല W എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം വാട്സപ്പിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു നെയിം കൊടുക്കുക. ഞാനിവിടെ വീണ്ടും വാട്സപ്പ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം താഴെ നമുക്ക് കാണാം സേവ് എന്ന് കാണാം, ജസ്റ്റ് സേവ് എന്ന് നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം നമുക്ക് വാട്സപ്പ് ലോഞ്ച് ആപ്പ് നമുക്ക് W എന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് നമ്മളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലോഗോ കാണാം, റൗണ്ടിലുള്ള നമ്മളുടെ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാം, അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നമുക്ക് വാട്സപ്പാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് നമ്മൾ W എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മളുടെ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നു. അടുത്തായി നമുക്ക് ഒരാളെ പെട്ടെന്ന് തന്നെ അയാളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം നമ്മൾ എങ്ങനെ നമ്മളുടെ ഫിംഗർ കൊണ്ട് വരയ്ക്കുന്നു, അപ്പോൾ നമുക്ക് കോൾ പോകും, അതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ ഏറ്റവും താഴെ നമുക്കിവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം, വീണ്ടും അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം നമുക്കിവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഓപ്ഷൻസ് എല്ലാം വന്നു. അതിനുശേഷം മേക്ക് എ കോൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം കോൺടാക്ട്സിലേക്ക് പോയി നമുക്ക് അയാളെ സെലക്ട് ചെയ്യാം. NI നിന്നാണ് ഞാൻ സെലക്ട് ചെയ്തത്, അയാളിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളൊരു പേര് ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മേക്ക് എ കോൾ നീജിൽ ജസ്റ്റ് N എന്ന് നമ്മളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞ് ഫിംഗർ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ അത് കോൾ നമുക്ക് ഡയറക്റ്റ് പോകും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോകുന്നു. അതിനുശേഷം ഈ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഗസ്റ്റർ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം N എന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ കോൾ കണക്റ്റ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, റിങ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും.
മൂന്നാമതായി നമുക്ക് നമ്മുടെ ഫോണിലെ വോളിയം ബട്ടണിൽ പ്രസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് നമ്മളുടെ ഫോണിൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനെ പറ്റി നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഏറ്റവും താഴെ നമുക്ക് കാണാം പ്ലസിൻ്റെ ഒരു ഐക്കൺ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം വി എന്ന് വരയ്ക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാം വോളിയം സെറ്റിംഗ് പാനൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ജസ്റ്റ് വോളിയം എന്ന് ജസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുന്നു. അതിനുശേഷം നേരെ നമ്മൾ നമ്മളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വന്നു. അതിനുശേഷം നമ്മളിവിടെ ആ ഗെസ്റ്ററിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വി എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ എല്ലാ സെറ്റിങ്സും വന്നു. സൗണ്ടിൻ്റെ എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മളുടെ ഫോണിൻ്റെ നമ്മളുടെ വോളിയം ബട്ടൺ കംപ്ലൈൻ്റ് ആവാതെ എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. വളരെ അടിപൊളി ഫീച്ചറാണ്. അതേപോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഓപ്ഷൻസ് എല്ലാം നമ്മളുടെ ഫോണിൽ ഒരു ജസ്റ്റ് കോഡ് കൊടുക്കുന്നതിലൂടെ നമ്മളുടെ ഫിംഗർ കൊണ്ട് നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സെറ്റിങ്സിനുള്ളിൽ പോയി എല്ലാത്തിലേക്കും പോയി തപ്പി തടയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.